Okay, next question. Let A is equal to set of all 1, 2, 3, B equal to set of all 3, 4, C is equal to set of all 4, 5, 6. Find first question. A cross B intersection C. A cross B intersection C. Second question. A cross B intersection A cross C. Third question. A cross B union C. Fourth question. A cross B union A cross C. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് യൂണിയൻ എന്നൊക്കെ എന്താണെന്നൊക്കെയുള്ള. നമുക്കറിയാം യൂണിയൻ എന്നറിയാം, യൂണിയൻ നമുക്കെന്നറിയാം, നമുക്ക് ഇൻ്റർസെക്ഷൻ അറിയാം. ദെയർഫോർ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടു ഫൈൻഡ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് ബി ഇൻ്റർസെക്ഷൻ സിക്കാണ്. ദെയർഫോർ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി മീൻസ് ആൾ എലമെൻറ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ ബി ആൻഡ് സി. ബിക്കകത്തും സിക്കകത്തുമുള്ള കോമൺ എലമെൻറ്റ്സ് ആണ് ബി ഇൻ്റർസെക്ഷൻ സി. ദെയർഫോർ അങ്ങനെയുള്ള നമ്പർ ഉറപ്പായിട്ടും 4 മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ബിക്കകത്തും സിക്കകത്തുമുള്ള കോമൺ എലമെൻറ്റ് 4 ആണ്. ദെയർഫോർ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 4. ദെയർഫോർ ഇനി നമ്മൾ ബഗ് ചെയ്യണം. ദെയർഫോർ നമുക്ക് ഇത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ പോരാ, ക്രോസ് ചെയ്യാൻ വേണം. ദെയർഫോർ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എക്കകത്തുള്ള എലമെൻറ്റ്സ് ആണ് 1, 2, 3. എക്കകത്ത് 1, 2, 3 ഉണ്ട്. ബിയിൽ ബി ഇൻ്റർസെക്ഷൻ സി ഉണ്ട്. ദെയർഫോർ ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് സെറ്റ് എ ആണ്. അപ്പോൾ എ വെച്ച് ക്രോസ് ചെയ്യുക. എ 1, 4. ദെയർഫോർ 1, 4. കാരണം എയിൽ 1 ഉണ്ട്, ബാക്കി ഇതിനകത്ത് 4 ഉണ്ട്. അപ്പം ദെയർഫോർ 1, 4. ദെയർഫോർ അടുത്തത് 1, 4, അടുത്തത് 2, 4, അടുത്തത് 3, 4. ദെയർഫോർ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 4, 2, 4, 3, 4. ദ ഫസ്റ്റ് question is over. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് ചെയ്യേണ്ടത് അപ്പം എഴുതിയല്ലോ ഒന്ന് പറയാം. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് 1, 4, 2, 4, 3, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത പാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. A cross B intersection A cross C. Question number 2. A cross B intersection A cross C. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ചെയ്യുക. ഫസ്റ്റാണ് എ ക്രോസ് ബി. ഇത് എയും ഇത് ബിയും ആയിരിക്കും. ദെയർഫോർ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എ ആയതുകൊണ്ട് അതിനകത്തുള്ള ക്രോസ് ചെയ്യുക. 1, 3, 1, 4. ദെയർഫോർ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 1, 3, 1, 4. അപ്പോൾ തീർന്നു. അടുത്ത നമ്പർ 2, 3. ദെയർഫോർ അടുത്ത 2, 4. തീർന്നില്ല. 3, 3, then 3, 4. ദെയർഫോർ എഴുതുക. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 3, 2, 1, 4, 2, 3, 2, 4, 3, 3, 3, 4. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എ ക്രോസ് സി കാണണം. എ ക്രോസ് സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പം ഫസ്റ്റ് 1, 4, 1, 4, 1, 5, 1, 6, 1, 4, 1, 5, 1, 6. നെക്സ്റ്റ് 2, 2, 4, 2, 5, then 2, 6. Last number 3, 4, 3,
5, then 3, 6. First ചെയ്യേണ്ടത് A cross C. A cross C is equal to set of all 1, 4, 1, 5, 1, 6, then 2, 4, 2, 5, 2, 6, 3, 4, 3, 6, 3, 6. Therefore, അടുത്ത ചെയ്യേണ്ടത് A cross B. Therefore, A cross B intersection A cross B intersection A cross C. Intersection means all elements commonly present both A cross B and A cross C. A cross B യിലും A cross C യിലുമുള്ള കോമൺ നമ്പർ ഒന്നാണ് 1, 4. 1, 4 ഇവിടെയുണ്ട്. അപ്പം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പറായ 1, 4 എഴുതി. അടുത്ത ഏതാണ് 2, 4. അടുത്ത നമ്പർ 2, 4. അടുത്തത് 1, 2, 4. ലാസ്റ്റ് നമ്പർ 3, 4. അപ്പം 3, 4 ഇവിടെയുണ്ട് 3, 4. 3, 4. Therefore, A cross B intersection A cross C is equal to set of all 1, 4, 2, 4, last one 3, 4. എഴുതിക്കോ. പറയാം A cross B is equal to set 1, 3, 1, 4, 2, 3, 2, 4, 3, 3, last one 3, 4. A cross C is equal to set of all 1, 4, 1, 5, 1, 6, 2, 4, 2, 5, 2, 6, 3, 4, 3, 5, 3, 6. Therefore, A cross B intersection A cross C is equal to set of all 1, 4, 2, 4, last one 3, 4. Element commonly present in both A and B. Question number 3. To find A cross B union C. A cross B union C. First we have to find B union C. B union C is equal to all elements present in B and C. Therefore, 3, 4, 5, 6. All elements present in B and C. B ക്കകത്തും C ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ആണ് B and C. Therefore 3, 5, 6. 3, 4, 5, 6. അടുത്ത ചെയ്യേണ്ടത് A cross B union C is equal to ഫസ്റ്റ് നമ്പർ A ആയതുകൊണ്ട് A വെച്ച് ക്രോസ് ചെയ്യണം. A ആണ് 1, 2, 3. അപ്പം 1 ക്രോസ് ചെയ്യുമ്പോൾ 1, 3, 1, 4, 1, 5, 1, 6. അടുത്തത് 2, 3, 2, 4, 2, 5 അങ്ങനെ കൊണ്ട് ചെയ്യും. ഓക്കെ. 1, 3, 1, 4, 1, 5, 1, 6. പിന്നെ 2, 3, 2, 4, 2, 5, 2, 6. അടുത്ത ലാസ്റ്റ് 3, 3, 3, 4, 3, 5, 3, 6. Therefore is equal to A cross B is equal to Aക്ക് പകരം സെറ്റ് 1. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 1, ഇവിടെ ഉള്ളത് 3. അപ്പം 1, 3, 1, 3, 1, 4, 1, 5, 1, 6. അടുത്തത് 2, 2, 3, 2, 4, 2, 5. Therefore 2, 6. Last one 3, 3, 3, 3, 4, 3, 5. Last one is 3, 6. Therefore, A cross B union C is equal to word pair 1, 3, 1, 4, 1, 5, 1, 6, 2, 3, 2, 4, 2, 5, 2, 6, 3, 3, 3, 4, 3, 5, 3, 6. Okay, last one is A cross B. Fourth question. A cross B union. A cross B union A cross C. First ചെയ്യേണ്ടത് to find A cross B. A cross B is equal to set of all A. ഇത് B അത്. അപ്പം 1, 3, 1, 4. A cross B is equal to 1, 3 എന്താണ് 1, 4. Next 2, 3, 2,
4. Last one 3, 3, 3, 4. This is A cross B. A cross B എന്നാണ് A cross B is equal to A cross B is equal to 1 3 1 4 2 3 2 4 3 3 and 3 4. Therefore the A cross C is equal to set of all A cross C 1 A C 1 4 1, 4 1 4 1 5 and 1 6. Therefore the 2 4 2 5 2, 6. Last one 3 4 3 5. Last one 3, 6. This is A cross C. Therefore last one A cross B union A cross C. A cross B union A cross C is equal to all element present in A cross B and A cross C. 1 3 1 4 1 5 1 6 പിന്നെ 2 3 2 4 2 5 2 6 3 3 3 4 3 5 3 6 എന്ന് വെച്ചാൽ ഇസിക്വൽ ടു 1 3 1 4 1 5 1 6 2 3 2 4 2 5 2 6. therefore താഴെ 3 3 3 4 3 5 3 6. 1 3 word pair 1, 3 1, 4 1, 5 1, 6. അടുത്തത് 2, 3 2, 4 2, 5 2, 6. last one 3 4 3 3 3, 3 3, 4 3, 5. last one 3, 6. This is the answer. Okay. A cross B is equal to 1 3 1 4 2 3 2 4 3 3 and 3 4. A cross C is equal to set of all 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 1 3 6. therefore A cross B union A cross C is equal to set of all 1 3 1 4 1 5 1 6 2 3 2 4 2 5 2 6 3 3 3 4 3 5 3 6. Okay. What question? If A cross B is equal to set of all ordered pair PQ, QR, MQ and MR. Question: find set A and B. Find set A and B if A cross B is equal to set of all ordered pair PQ, ordered pair QR, MQ and MR. Question: find set A and B. നമുക്ക് എയും ബിയാണ് ആവശ്യം. എ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ആയതുകൊണ്ട് ഒന്നാമത്തെ എലമെൻറ്റ്സ് എല്ലാം എയിൽ കാണും. therefore എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ. എ ക്രോസ് ബി മീൻസ് പി ക്യു, ക്യു ആർ, എം ക്യു ആൻഡ് എം ആർ ആണ് എന്ന് പറയുമ്പോൾ പി എക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ആയിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും എമ്മും ഓക്കെ എമ്മും which implies M P Q Q R P Q Q R M Q and M R. therefore P and M. P Q sorry ഇവിടെ P Q അല്ല P Q, P R sorry P Q, P R sorry P Q, PR. PQ set if A cross B is equal to word pair PQ, PR, MQ and MR. Find set A and B means A is equal to A ആണ് ഫസ്റ്റ് വർക്ക് ആയിരിക്കും P പിന്നെ P പിന്നെ M പിന്നെ M. സെറ്റിനകത്ത് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. therefore A is equal to P, M. A is equal to set P, M. A equal set P, M. And B is equal to second element ആയിരിക്കും B. B is equal to set Q, R, Q,
ആർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദെർഫോർ ക്യൂ കോമ ആർ ദിസ് ഈസ് സെറ്റ് എ ആൻഡ് ബി. ഓക്കെ, എഴുതിക്കോ. ഒന്ന് പറയാം. ഇഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ പി ക്യൂ പി ആർ എം ക്യൂ ആൻഡ് എം ആർ, ഫൈൻഡ് സെറ്റ് പി ആൻഡ് ക്യൂ എ ആൻഡ് ബി. എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കിടക്കുന്ന എലമെൻറ്റ്സ് ആയിരിക്കും എ, സെക്കൻഡ് നമ്പർ ആയിരിക്കും ബി. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ പി കോമ എം, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ക്യൂ കോമ ആർ. ഇഫ് ജി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 7, 8, G is equal to set of all 7, 8. G is equal to set of all 7, 8. H is equal to set of all 5, 4, 2. 5, 4, 2. G is equal to set of all 7, 8. H is equal to set of all 5, 4, 2. Question: find G cross H and H cross G. Find G cross H and H cross G, which implies first number G cross H is equal to G cross H means first വരുന്ന എലമെൻറ്റ്സ് മൊത്തം ജിയിലുള്ളതായിരിക്കും. സെക്കൻഡ് H. Therefore G is odd pair 7, 5, 7, 5, then 7, 4, then 7, 2. 7, 5, 7, 4, 7, 2. അടുത്ത നമ്പർ ഏതായിരിക്കും? 8, 5, 8, 5, 8, 4, 8, 2. This is G cross H. G cross H is equal to എന്താണ്? 7, 5, 7, 4, 7, 2, 8, 5, 8, 4 and 8, 2. Next, H cross G. H cross G is equal to set of all. H cross G is equal to set of all. First set H ആയിരിക്കും. Therefore 5, 7, 5, 8. Therefore set of all odd pair 5, 7, 5, 8, then 4, 7, then 4, 8. 5, 7, 5, 8, 4, 7, 4, 8. Last one 2, 7, 2, 8. 2, 7, 2, 8. Therefore G cross H is equal to 7, 5, 7, 4, 7, 2, 8, 5, 8, 4 and 8, 2. H cross G is equal to 5, 7, 5, 8, 4, 7, 4, 8, 2, 7, 2, 8. And also prove that, and also show that G cross H, and also show that G cross H not equal to H cross G. ഒരിക്കലും G cross H ഉം H cross G യും തുല്യമല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ.